നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് മറൈൻ ഡ്രൈവിലാണ്. നമ്മൾ കൊച്ചിൻ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നവംബർ 21-നാണ് ഫ്ലവർ ഷോ ആരംഭിച്ചത്. ഈ ഒരു ഫ്ലവർ ഷോയുടെ കൂട്ടത്തിൽ തന്നെ കുറേയധികം സംഭവങ്ങളും കൂടെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അക്വാട്ടിക് ഫ്ലവർ ഷോ, സെൽഫി പോയിന്റ്, ഫർണിച്ചർ ഫെസ്റ്റ്, പായസമേള, ഫുഡ് കോർട്ട്, അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങളും കൂടെ ഈ ഫ്ലവർ ഷോയുടെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ടിക്കറ്റ് ചാർജ് വരുന്നത് മുതിർന്നവർക്ക് 100 രൂപയാണ്. 5 വയസ്സിന് മുകളിലോട്ട് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. അതിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ടൈമിംഗ് വരുന്നത് എല്ലാ ദിവസവും രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫ്ലവർ ഷോ കാണാൻ കയറാം. ഷോയുടെ അകത്തേക്ക് കയറുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതുപോലുള്ള വലിയ പോസ്റ്റേഴ്സ് ഒക്കെ കാണാം. നല്ല ക്യാച്ചിങ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെയാണ് ക്യാപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. പൂക്കൾ ഇനി ഒഴുകി നടക്കും, പൂന്തോട്ടം വിട്ട് റിയൽ അക്വാട്ടിക് മാജിക് കാണാൻ വരും എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. മാജിക് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. ഫ്ലവർ ഷോയിലേക്കുള്ള മെയിൻ എൻട്രൻസിൽ വലിയൊരു പൂമ്പാറ്റേന്റെ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുറേ പൂക്കളൊക്കെ ആയിട്ട് പല കളറിലുള്ള പൂക്കളൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ടിക്കറ്റ് കൊടുത്തിട്ട് അകത്തേക്ക് കയറുവാണ്. ഓരോ വട്ടം വരുമ്പോഴും ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് ഞാൻ ഫ്ലവർ ഷോ കാണാൻ വരുന്നത്. പക്ഷേ 2-3 വർഷങ്ങളായിട്ട് ഒട്ടും തന്നെ ഇംപ്രസീവ് അല്ലാത്ത രീതിയിലാണ് ഇവർ ഫ്ലവർ ഷോ ഒരുക്കുന്നത്. ഭയങ്കര കുറഞ്ഞ ഏരിയയിലാണ് ഫ്ലവർ ഷോ സംഘടിപ്പിക്കുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. ഭയങ്കര മെഗാ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് ഓടിക്കണ്ടുവരാൻ പറ്റുന്ന ഒരു ഏരിയയിൽ മാത്രമാണ് ഫ്ലവർ ഷോ ഉള്ളത്. അത് മാത്രമല്ല, ഒരുപാട് ചെടികളൊന്നും തന്നെ ഇല്ല. ഞാനത് വെറുതെ പറയണതല്ല, നിങ്ങളെ വീഡിയോ കാണിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പം ഞാൻ വന്ന് ടിക്കറ്റ് കൊടുത്തപ്പം ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സെക്യൂരിറ്റി ചേട്ടൻ എന്നോട് പറഞ്ഞത്, ടിക്കറ്റ് ഞാൻ കീറുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി വന്ന് ഫ്ലവർ ഷോ കാണാമെന്ന്. അപ്പോൾ എനിക്ക് ഡൗട്ടായി, ഇത് മൊത്തത്തിലും കൂടി സെറ്റ് ആയില്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പുള്ളിനോട് ചോദിച്ചു, എന്ത് പറ്റി, ഇനിയും കുറച്ച് പൂക്കളും ചെടികളൊക്കെ ഇനി വരാനുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ചെടികളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, ഇനി കുറച്ച് സ്റ്റോളുകളും ബാക്കിയുള്ള കുറച്ച് സെറ്റപ്പൊക്കെ ഒന്നും കൂടെ സെറ്റ് ആവാനുണ്ട്, അതുകൊണ്ടാണ് ഇനി ഒന്നും കൂടെ വന്നിട്ട് കാണാമെന്ന്. ആക്ച്വലി ഞാൻ വന്നിരിക്കുന്നത് നവംബർ 23-നാണ്. മാത്രമല്ല ഇന്നൊരു വീക്കെൻഡാണ്. സൺഡേ വൈകുന്നേരം 5:30-ക്കാണ് ഞാൻ ഈ ഫ്ലവർ ഷോ കാണാൻ വന്നത്. ഓൾറെഡി 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഫ്ലവർ ഷോ തുടങ്ങിയിട്ട്. ഈ 3 ദിവസമായിട്ട് ആളുകൾ 100 രൂപയുടെ ടിക്കറ്റ് എടുത്തിൻ്റെ അകത്ത് കയറുന്നുണ്ട്. മാത്രമല്ല എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ വന്ന ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ഇതിൻ്റെ അകത്ത് ഫ്ലവർ ഷോ കാണാൻ കയറിയിരുന്നു. എനിക്കും എൻ്റെ കൂടെ ടിക്കറ്റ് എടുത്തവർക്കും ഈ ഒരു ടിക്കറ്റ് കീറാതെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പറയുകയും ചെയ്തു, ഇനി ഒരു വട്ടം കൂടി നിങ്ങൾക്ക് വന്ന് കാണാമെന്നുള്ളത്. പക്ഷേ ഇനി ഒരു വട്ടം കൂടി വന്ന് കാണാനുള്ള ഒരു സ്റ്റഫും കാര്യങ്ങളും ഒന്നും തന്നെ ഇവിടെ ഇല്ല. സാധാരണ ഫ്ലവർ ഷോയ്ക്ക് വരുമ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ഹോള് നിറയെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സും ഇൻസ്റ്റലേഷൻസും ഉണ്ടാവും. അത് കാണാൻ തന്നെ ശരിക്കും ഈ ഒരു ടിക്കറ്റിൻ്റെ പകുതി വർത്താണെന്ന് പറയാം. നമ്മൾ 100 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ 50 രൂപ ആ ഇൻസ്റ്റലേഷൻ കാണുന്നതിന് തന്നെ കൊടുക്കേണ്ടി വരും. ലൈറ്റിങ്ങും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഭയങ്കര ഭംഗിയാണ്. കുറേ നേരം നമ്മൾ അത് തന്നെ നോക്കി നിൽക്കും. ഇവിടെ പ്രത്യേകം പറയാനുള്ളത്, ഒരു ഇൻസ്റ്റലേഷൻ പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ കയറിയിട്ട് ഫ്ലവേഴ്സ് കുറച്ച് കാണാം എന്നുള്ളതേ ഉള്ളൂ. ഒരു 5-6 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവർ ഷോ കാണാൻ വരുന്ന ഒരാളാണ് ഞാൻ. അത് മാത്രമല്ല, കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാനിത് വീഡിയോ എടുക്കുന്നുണ്ട്. ഒരു നല്ല കണ്ടന്റ് എന്ന നിലയിൽ ഞാനിത് വീഡിയോയും എടുക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലവർ ഷോ ഭയങ്കര നിരാശയാണ്, ഒരുപാട് പൂക്കളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, വളരെ കുറഞ്ഞ ഏരിയയിലാണ് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ അഗ്രികൾച്ചർ പ്രൊമോഷണൽ സൊസൈറ്റിയുടെ ഏതെങ്കിലും അധികാരികൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഇപ്പോഴത്തെ ഫ്ലവർ ഷോയും ശരിക്കും ഒരു നമ്മുടെ അപ് ടു ദ എക്സ്പെക്റ്റേഷൻ വന്നില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഭയങ്കര ഏരിയ കുറവാണ്, പൂക്കൾ കുറവാണ്, ചെടികളും കുറവാണ്. അപ്പം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അടുത്ത വർഷമെങ്കിലും ഈ ഒരു കുറവ് നികത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വർഷവും ഇനിയും ഒരുപാട് പൂക്കൾ ഉണ്ടെന്നുള്ള എക്സ്പെക്റ്റേഷനിൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരികയും ചെയ്യും. ഇവിടെ ഉള്ള പ്ലാന്റ്സുകളിൽ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് ഫ്ലവറിങ് പ്ലാന്റ്സ് തന്നെയാണ്. അത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന റോസ്, സീനിയ, ഡാലിയ, ജമന്തി, പിന്നെ നമ്മൾ തണുപ്പ് സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന ചെടികൾ, ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന കുറേ ടൈപ്പ് ചെടികളില്ലേ, അതുപോലത്തെ കുറേ ചെടികളുണ്ട്. ഇവർ 70-ൽ പരം പ്ലാന്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അത്രത്തോളം വെറൈറ്റി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ സാധാരണ നമ്മൾ ഈ കൊച്ചിയിലെ ഫ്ലവർ ഷോയ്ക്ക് തന്നെ വരുമ്പോഴും ബോൺസായി, ഫലവൃക്ഷങ്ങൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കാണാറുണ്ട്. ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ, അതൊന്നും തന്നെ ഇല്ല. ബോൺസായും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം അങ്ങനെ കുറച്ച് മിസ്സിങ്ങും കാര്യങ്ങളും ഇപ്പോഴത്തെ ഫ്ലവർ ഷോയിലുണ്ട്. എല്ലാത്തിലും നെഗറ്റീവ് പറയുകയാണെന്ന് വിചാരിക്കരുത്. കാരണം ഞാൻ കണ്ടിന്യൂസ് വരുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്ത, അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഫ്ലവർ ഷോയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാം. അക്വാട്ടിക് ഫ്ലവർ ഷോ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് ഫിഷിനെ കൂടെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ പോണ്ടിനകത്ത് കോയി ഫിഷിനെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഫിഷ് ഉണ്ട്, അത്യാവശ്യം വലുതാണ്, നല്ല കളറിൽ, ഒരുപാട് കളറിലും ഉണ്ട്. അപ്പോൾ ഈ ഒരു പോണ്ടിൻ്റെ അടുത്ത് ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്. ആ ചേട്ടൻ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ഫിഷ് ഫുഡ് തരും. അത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടെ ഓടി വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കഴിക്കും, അല്ലെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ വെള്ളത്തിൽ നിന്നും കഴിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. കുട്ടികളും മുതിർന്നവരും എല്ലാവരും തന്നെ അത് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഈ ഒരു ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് നിൽക്കാം. പുറത്ത് കണ്ട പോസ്റ്ററിൽ കണ്ടത് ഫ്ലവർ ഷോയുടെ അകത്ത് ഒരു സെൽഫി പോയിന്റ് ഉണ്ടെന്നാണ്. പക്ഷെ അങ്ങനെ ഒരു സെൽഫി പോയിന്റ് ഞാൻ കണ്ടിട്ടില്ല. ഇതിന് മുമ്പേ ഉള്ള, അതായത് 2-3 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള എല്ലാ ഫ്ലവർ ഷോകളിലും തന്നെ സെൽഫി പോയിന്റും ഫോട്ടോ കോൺടെസ്റ്റും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. നന്നായിട്ട് ഫ്ലവർ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പാകത്തിന് ഒരുപാട്
ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. എവിടെ നിന്ന് എടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ ഒരു ഫ്ലവർ ഷോയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പോലും ഞാൻ കണ്ടില്ലെന്ന് പറയാം. എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഫ്രണ്ട് കവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഒരു ഏരിയ പോലും, നല്ലൊരു ആംഗിൾ പോലും കിട്ടിയില്ല. അത്രയും നല്ല പൂക്കൾ തോന്നുന്ന ഒരു സ്ഥലം പോലും ഇവർ അറേഞ്ച് ചെയ്തിട്ടില്ല. പൂക്കളില്ല എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് പൂക്കളെങ്കിലും ഉണ്ട്. പക്ഷെ അത് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് ഫോട്ടോസ് എടുക്കുമ്പോൾ ക്യാച്ചിങ് ആയിട്ട് തോന്നുള്ളൂ. അപ്പം ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വീഡിയോയുടെ തമ്പനയിൽ എന്നെ റെഡിയാക്കിയത്. അപ്പം ഫോട്ടോ പോയിന്റും ഭയങ്കര നിരാശപ്പെടുത്തിയ ഒരു സംഭവം തന്നെയാണ്. ഇവിടെ ഒരു ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു വാട്ടർ ബോഡി, അതിൻ്റെ നടുക്കൂടെ ഒരു പ്ലാറ്റ്ഫോം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൂടെ കടന്ന് നമുക്ക് അപ്പുറത്തേക്ക് നടന്നു പോകാം. അപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ നടന്നു പോകുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ നമ്മുടെ ദേഹത്തേക്ക് തെറിക്കും. അതൊരു ചെറിയൊരു രസം, ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് എന്നൊന്നും പറയാനില്ല, എന്നാലും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഫൗണ്ടൻ ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലവർ ഷോ തുടങ്ങിയത് നവംബർ 21-നാണ്. ഇത് അവസാനിക്കുന്നത് ഡിസംബർ 7-ആണ്. ഇതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ വന്നാലും നിങ്ങൾക്ക് ഫ്ലവർ ഷോ കാണാം. അവസാനത്തെ ദിവസം ഈ ചെടികളെല്ലാം തന്നെ സെയിലിനുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെടികൾ വാങ്ങിക്കുകയും ചെയ്യാം. ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇവർ അധികം ഇൻസ്റ്റലേഷൻസും ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്താലും ഇതുവരെ ടിക്കറ്റ് എടുത്ത് കയറിയവർക്ക് ഇത് അത്ര വലിയൊരു നല്ല നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നില്ലെന്ന് വേണം പറയാനായിട്ട്. അടുത്ത വർഷമെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഷോ, അതും മെഗാ ഫ്ലവർ ഷോ ഏകദേശം ഇവിടെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടവർക്കും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫ്ലവർ ഷോ നേരിട്ട് വന്ന് കണ്ടവർക്കും കമൻറ്റ് ചെയ്യാം. ഇതൊരു മെഗാ ഫ്ലവർ ഷോ ആണോ അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത്. ഈ ഫ്ലവർ ഷോ തീരുന്ന ഭാഗത്തായിട്ടും ഒരു പോണ്ടിൽ കുറച്ച് മീനുകൾ ഇട്ടിട്ടുണ്ട്. അത് അരപ്പാമയും പിന്നെ ഒരു മീനും കൂടെ ഉണ്ട്. അത് വലിയ മീനുകളാണ്, അത് 3-4 മീനുകളേ ഉള്ളൂ. അപ്പോൾ അതും ജസ്റ്റ് നമുക്ക് കാണാം. ഇനി നമുക്ക് മുന്നോട്ടേക്ക് കാണാനുള്ളത് സ്റ്റോളുകളും ഷോപ്പിംഗ് ഏരിയയൊക്കെയാണ്. ഫ്ലവർ ഷോ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി സ്റ്റാൻഡേർഡായ രീതിയിലാണ് ഷോപ്പിംഗ് ഏരിയ ഉള്ളത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫർണിച്ചേഴ്സിൻ്റെ ഒരു ഏരിയ ആണുള്ളത്. സോഫ, കട്ടിൽ, അലമാര അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ കണ്ട് ഇഷ്ടപ്പെട്ട് ഇവിടുന്ന് വാങ്ങിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഷോപ്പിൽ പോയി വാങ്ങിക്കാം. പിന്നെ ഉള്ളത് ഈ ക്ലീനിങ് സംഭവങ്ങൾ, അതായത് വാക്യൂം ക്ലീനർ പോലെയുള്ള ക്ലീനിങ് സംഭവങ്ങളൊക്കെയാണ്. അതും ഇവിടുന്ന് നമുക്ക് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിക്കാം. പിന്നെ പാചകവാതകത്തിൻ്റെയും ജൈവവളത്തിൻ്റെയും ഒരു സ്റ്റോൾ ഉണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഷോപ്പിംഗ് ഏരിയയിൽ കാണുന്ന പോലെ തന്നെ ക്രോക്കറി ഐറ്റംസ് ഉണ്ട്. അത് 3 കപ്പിന് 100 രൂപ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്രോക്കറി ഐറ്റംസ് ആണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനൊക്കെയുള്ള സാധനങ്ങൾ, പിന്നെ പേന, അങ്ങനെയുള്ള സ്റ്റേഷനറി സംഭവങ്ങൾ, അടുക്കളയിലേക്ക് വേണ്ടുന്ന എ ടു ഇസഡ് സംഭവങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന കടകളുണ്ട്. അത് നമ്മൾ സാധാരണ ഈ എറണാകുളത്തൊരു ഒരു ഫെസ്റ്റ് വരികയാണെങ്കിൽ അവിടേക്കുള്ള എല്ലാ സാധനങ്ങളും തന്നെയാണ്. പിന്നെ വാച്ചുകൾ 50 രൂപ 100 രൂപ മുതലുള്ള വാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് അച്ചാറുകളാണ്. അത് ഹിന്ദിക്കാർ, നോർത്ത് ഇന്ത്യൻസ് കൊണ്ടുവരുന്ന അച്ചാറാണ്. കുറേ വെറൈറ്റീസ് ഉണ്ട്. അതും അത്രയ്ക്ക് പുതുമയുള്ള സംഭവമല്ല, നമ്മൾ എല്ലായിടത്തും കാണുന്ന അച്ചാറുകളൊക്കെ തന്നെയാണ്. പിന്നെ ഉള്ളത് ബുക്കുകളാണ്. ബുക്കുകൾ 50% ഓഫിന് 3 എണ്ണം 100 രൂപ അല്ലെങ്കിൽ 2 എണ്ണം 250 രൂപ ആ റേഞ്ചിലുള്ള ബുക്കുകളുണ്ട്. കുട്ടികൾക്കുള്ള കാർട്ടൂൺ ബുക്കുകൾ, വരയ്ക്കുന്ന ബുക്കുകൾ, അങ്ങനെയുള്ള കുറേ ബുക്കുകൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ബാഗുകളുണ്ട് ഒരുപാട്, നമുക്ക് സ്ലിംഗ് ബാഗുകൾ, പിന്നെ ഓഫീസിൽ കൊണ്ടുപോകുന്ന ടൈപ്പുകൾ കുറേ ബാഗുകളുണ്ട്. കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതും ഓഫീസിൽ പോകാൻ പറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള ബാഗുകളും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഏതൊരു മേളയിലും കാണുന്ന പോലത്തെ ഐറ്റംസ് തന്നെയാണ്. പിന്നെ പച്ചക്കറി വിത്തുകൾ, അതും ഒരുപാട് ടൈപ്പുള്ള പച്ചക്കറി വിത്തുകളുണ്ട്. ഹൈബ്രിഡ് ടൈപ്പിലുള്ള പച്ചക്കറി വിത്തുകൾ, പിന്നെ പൂക്കളുടെ, അതായത് ചെടികളുടെയും പൂക്കളുടെയും വിത്തുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ സീനിയ, ഡാലിയ അങ്ങനെയുള്ള ചെടികളില്ലേ, അതൊക്കെ അതിൻ്റെ തൈകളും കാര്യങ്ങളും വിത്തുകളും ഒക്കെ കിട്ടും. പിന്നെ കമ്മല്, മാല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് സ്വീറ്റ്സ് ആണ്. അവസാനത്തെ ഏരിയയിലേക്കാണ് സ്വീറ്റ്സ് വരുന്നത്. നമ്മൾ പണ്ട് നൊസ്റ്റാൾജി ഉണർത്തുന്ന കുറേ സ്വീറ്റ്സുകൾ, 80, 90 കാലഘട്ടങ്ങളിൽ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ, സ്കൂളിൻ്റെ അടുത്തു നിന്നും ഒക്കെ വാങ്ങിച്ചിരുന്ന സ്വീറ്റ്സുകൾ, എല്ലാ ടൈപ്പ് സ്വീറ്റ്സുകളും ഉണ്ടെന്ന് നോക്കിയാൽ ഒരു പാക്കറ്റിന് 20 രൂപ മുതലാണ് മുകളിലോട്ട് വരുന്നത്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങിക്കാം. പിന്നെ നമ്മൾ നേരെ കയറുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. കോർട്ട് മാത്രമല്ല, ഒരു ഗെയിം സോണും കൂടെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്നതും മുതിർന്നവർക്ക് കളിക്കാൻ പറ്റുന്നതായിട്ടുള്ള കുറച്ച് ഗെയിമുകൾ. നമ്മൾ മറ്റേ റിങ് എറിഞ്ഞിട്ട് ആ റിങ് വീഴുന്ന സാധനങ്ങൾ എടുക്കുക. പിന്നെ ഈ 6D സംഭവമില്ലേ, അതിനകത്ത് കണ്ടിട്ട് നമുക്ക് എന്താ 6Dയിൽ കാണും. ആ ഒരു കുട്ടി അവിടെ നിന്ന് കാണുന്നുണ്ടില്ലേ, അപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് ആ സംഭവമുണ്ട്. കുറേ പേര് ഇങ്ങനെ കളിക്കുന്നുണ്ട്. പിന്നെ ഫുഡ് കോർട്ട് അത്യാവശ്യം നല്ല ഫുഡ് കോർട്ട് തന്നെയാണ്. വൈകുന്നേരം ആയപ്പോഴത്തേനും അത്യാവശ്യം എല്ലാം സജീവമായിട്ടുണ്ട്. പിന്നെ ഒരുപാട് ബജികളുണ്ട്. കായ ബജി, മുളക് ബജി, പാവ് ബജി, പിന്നെ കോളിഫ്ലവർ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ നാടൻ വിഭവങ്ങളാണ്. കപ്പ, ബീഫ്, മീൻകറി,
പിന്നെ പൊറോട്ട, പുട്ട് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മുടെ 4 മണി കുറേ പലഹാരങ്ങൾ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അതെല്ലാം സജീവമാണ്. പിന്നെ മൊജിറ്റോ, ലൈം ജ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെയുണ്ട്. ഇതാണ് മൊത്തത്തിലുള്ള ഒരു ഫ്ലവർ ഷോയും അതിനോടനുബന്ധിച്ചുള്ള ഒരു ഷോപ്പിംഗ് ഏരിയയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫ്ലവർ ഷോയുടെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായമാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ വേണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.